നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ കടലെന്തോ തൊലിച്ചിട്ടാണ് ലിഫ്റ്റിൽ കയറുമ്പോൾ ഗ്രൗണ്ട് അടിക്കുന്നു പോകുന്നു. ഇപ്പോൾ ഇവിടെ യൂറോ കപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇറ്റലിയുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ കാണിച്ചത് തുറക്ക ഇവിടെ പൂളൊക്കെ ഉണ്ട്. പൂളുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാം. കളി കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ TV ഉണ്ട്. കളി കഴിഞ്ഞതുകൊണ്ട് വലിയ ഹാഫ് ടൈം എന്തെങ്കിലും കയറാം. നമുക്കെന്തെങ്കിലും വിട്ടേക്കാം. വണ്ടി എടുക്കുന്നത് പുറത്താണ്. വണ്ടിയിലോട്ട് നടക്കട്ടെ. ഇവിടുത്തെ വൈഫൈ ഒരു പരിപാടിയാണ്. ആദ്യം പറഞ്ഞ് നമ്മളെ സർനെയിമും റൂം നമ്പർ അടിച്ചാൽ റൂം നമ്പർ പാസ്വേഡും സർനെയിമർ യൂസർ ID ആയിട്ട് അടിച്ചാൽ വൈഫൈ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കിട്ടും. ലാസ്റ്റ് ഓരോ ദിവസത്തേക്കുള്ള ഓരോ കോഡ് വന്നു. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ. ഇവർ ക്ലൗഡിയാണ് ഇന്നത്തേത്. ഒരു മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ശാന്തത. ഇതുവരെ ഫ്രീ പാർക്കിംഗ് ആണ്. ഇവിടെ വല്ല ഗ്യാരണ്ടി ഒന്നുമില്ല ഇടാൻ. പിന്നെ താഴെ ബേസ്മെൻറ്റിൽ പാർക്കിംഗ് ഉണ്ട്. അതാകുമ്പോൾ പെർ ഡേ €10 കൊടുക്കണം. എന്ന് വെച്ചാൽ 40 റേറ്റ് 40 ദിർഹംസ്. നമ്മുടെ വണ്ടി ഇത് വരുന്നത് നമ്മൾ ഈ റെഡാണ് നമ്മുടെ വണ്ടി. വീട് സ്ട്രക്ചർ കാണാനല്ല രസം. പഴയ മോഡലാണ്. ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ വീട് സ്ട്രക്ചറൊക്കെയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. കിടിലല്ല. ഇനി വേഗം വിടാം. ഇനിയിപ്പോൾ ഒന്ന് പറയുന്ന സമയം കളയണില്ല. 90 സ്പീഡിൽ പോകണം. പിന്നെ അടിപൊളിയാണ്. റോഡൊക്കെ നമ്മുടെ നാട്ടിലെ റോഡ് പോലെ തന്നെ. അപ്പുറം ഇപ്പുറം മരങ്ങളും കാര്യങ്ങളും ഡിവൈഡർമാരും ഒക്കെ ഉണ്ട്. ഫുള്ള് പൊന്തക്കാടും കാര്യങ്ങളും. റോഡ് 3 വരി റോഡാണ്. ഈ സൈഡിൽ 2 സൈഡിലായിട്ട് ഫുള്ള് മരങ്ങൾ മാത്രമേ ഉള്ളൂ. മിലാനോക്ക് പോകണ റോഡാണ് തോന്നുന്നത്. നമുക്കിനി റോഡ് 7 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡ് ഫുള്ള് കൃഷിയാണ് വരുന്നത്. ഉണ്ടാവും ഫുള്ള് കൃഷി വരുന്നത്. സമയം 7:30 ആയിട്ടുണ്ട്. പക്ഷേ നേരെ ഇരുട്ടായിട്ടില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. ഒരു മഴക്കുള്ള എല്ലാ കോളും കാണുന്നുണ്ട്. ഉണ്ടാവും തുള്ളി ഇട്ടിൽ തുടങ്ങിയിരുന്നു. എന്തായാലും റോഡിൻ്റെ ഇരുവശത്തായി കൃഷിഭൂമികളാണ് അധികം വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ അതേ റോഡ് തന്നെ. 4 തെങ്ങ് കൂടി വെച്ച കേരളമായി. തെങ്ങിന് കുറച്ച് കുറവ് കൂടി ഉണ്ട്. നമുക്കിനി 12 കിലോമീറ്റർ നേരെ സ്ട്രൈറ്റ് ആണ്. സൈഡിൽ മൊത്തം പൈന്മരല്ല നീളത്തിലുള്ള മരം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് ഇനി 38 കിലോമീറ്റർ പോകാനുണ്ട്. ഈ റോഡിൻ്റെ സ്പീഡൊക്കെ 80 വല്ലാണ്ട് കത്തിക്കാൻ പറ്റില്ല. നല്ല ഏരിയ അല്ല. അതിനൊരു ടണൽ എന്തോ വരാൻ പോകണം. എന്താ കാണുന്ന ടണൽ എന്തോ ആണ്. കാറിന് ഫിറ്റ് ചെയ്തിട്ട് ക്യാമറ മേലെ മലയാണ്. മലം കുന്നൊക്കെ ഉണ്ട്. കാണാൻ രസമുള്ള സ്ഥലങ്ങളാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു തുരങ്കത്തിനുള്ളിൽ പോയി. ഇനി അവിടെ കിട്ടില്ല. അവിടെ ഫുള്ള് മലകൾ. സൈഡിലുണ്ടോ ഫുള്ള് താഴ്വാരം മല. ഇവിടെ നിർത്താൻ പറ്റില്ല. അതാണ് സീന്. കിട്ടില്ല സ്പോട്ട്. ഇവിടെയൊക്കെ ഇറങ്ങി കാണണം. കാരണം അടിയിൽ എൻ്റെ ആ ലേക്ക് സ്റ്റാർട്ട് ചെയ്യണ സ്ഥലം. താഴെ ലേക്ക് കാണാം. നദി സിന്ധു നദി. നമസ്കാരം. ഒന്ന് സ്പീഡാക്കട്ടെ. ബാക്കിൽ വണ്ടി ഉണ്ട്. രണ്ട് സൈഡിലായിട്ട് എന്താ രസം കാണാൻ. കിടിലൻ പ്ലേസ് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ലേക്ക് കോമയിലെത്തി. ലേക്ക് കോമൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. വെടിക്കെട്ട് പ്ലേസ് പറഞ്ഞാൽ ഇതൊക്കെയാണ് പ്ലേസ്. കണ്ടോ, ഇത് മൊത്തം ഒരു താഴ്വാരം പോലെയാണ്. പിന്നെ താഴെ ഫുൾ നദിയാണ്. അങ്ങോട്ട് മുറിയാൻ പറ്റുമെങ്കിൽ മുറിഞ്ഞ് കാണിച്ചു തരാം. മുറിയാൻ ക്യാമറ ഉണ്ട് തോന്നി. പിന്നെ മേലേക്ക് ഇത് റോഡായതുകൊണ്ടേ പോലീസിനെ പിടിച്ച് ആട്ടും. അതിനാട് പോകാത്ത പറ്റുമോ നോക്കട്ടെ. പറ്റൂല. കാരണം വണ്ടി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നില്ല. കാണാൻ പറ്റിയെങ്കിൽ കിട്ടൊരു പൊളിച്ച സ്ഥലമായിരുന്നു. നമ്മളെ മൂന്നാറൊക്കെ പോലത്തെ സ്ഥലം. താഴ്വാരമായിട്ട് കൃഷി വീടുകൾ ഇങ്ങനെ അട്ടിയായിട്ട് വെച്ച വീടുകൾ കാണാൻ തന്നെ ഒരു ആനച്ചന്ത. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇനി 30 കിലോമീറ്ററും കൂടി ഉണ്ട്.
ഞാൻ നോക്കട്ടെ പറ്റുമെന്നുള്ളത്. അവിടെ ഒരു വഴി കാണാനുണ്ട്. അവിടെ ഒരു വഴി കാണാനുണ്ട്. ഈ താഴോട്ട് ഇറങ്ങി നോക്കാം. താഴത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. എന്തൊരു സൗണ്ട്. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് തോന്നുന്നു. ലേക്ക് പോകുമ്പോൾ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളെ കയ്യിലുള്ള നെറ്റ് ആക്ടിവേറ്റ് ആയിട്ടില്ല. നെറ്റ് ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്കും ഇരുട്ടായി. പിന്നീട് തിരിച്ചു പോകുന്നത്. അതന്നെ അടുത്തുള്ള ഏതൊരാളുടെ ഹോട്ട്സ്പോട്ട് വാങ്ങി റിട്ടേൺ മാപ്പ് ഇട്ട് വന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് പിസ്സ കഴിച്ച്. ഇനി പിസ്സ കഴിച്ചില്ല എന്ന് വേണ്ടി ഇറ്റലി വന്നിട്ട്. ഇത് ഡ്രിങ്ക്സ് അല്ല, ഇത് അക്വ വാട്ടറാണ്. തെറ്റിദ്ധരിക്കണ്ട.